Hi dear students, welcome to my English class. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നാം ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ പ്ലസ് 2 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള 2ാം യൂണിറ്റിലെ 3 ചാപ്റ്ററുകളായിട്ടുള്ള മെൻഡിങ് വാൾ, അമീഗോ ബ്രദേഴ്സ്, ദ അവർ ഓഫ് ട്രൂത്ത്. ഈ ഒരു 3 ചാപ്റ്ററിന്റെയും വളരെ ഷോർട്ട് ആയിട്ടുള്ള സമ്മറിയാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നാം ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. Mending Wall, which means repairing a wall. Mending Wall is a poem written by the famous American poet Robert Frost. പ്രശസ്ത അമേരിക്കൻ കവിയായ റോബർട്ട് ഫ്രോസ്റ്റ് എഴുതിയ കവിതയാണ് മെൻഡിങ് വാൾ. ദ പോം ടെൽസ് അബൌട്ട് ദ റിലേഷൻഷിപ്പ് ഓഫ് ടു നെയ്ബേഴ്സ്. 2 അയൽവാസികൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കവിത പറയുന്നുണ്ട്. ദ സെൻട്രൽ തീം ഓഫ് ദ പോം ഈസ് ദാറ്റ് നേച്ചർ ഡസൻ ലൈക്ക് സെപ്പറേഷൻ. പ്രകൃതിക്ക് വേർപിരിയൽ ഇഷ്ടമില്ല എന്നതാണ് ഈ ഒരു കവിതയുടെ പ്രധാനപ്പെട്ട ആശയം. But for a healthy relationship between two neighbors, walls are necessary between two neighbors. എന്നാൽ 2 അയൽവാസികൾക്കിടയിൽ നല്ല ഒരു ബന്ധത്തിനുവേണ്ടി, ആരോഗ്യപരമായിട്ടുള്ള ഒരു ബന്ധത്തിന് അവർക്കിടയിൽ ഒരു മതിൽ അത്യാവശ്യമാണ് എന്നും കവിത പറയുന്നുണ്ട്. ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. നല്ല മതിലുകൾ അതല്ലെങ്കിൽ നല്ല വേലികൾ നല്ല അയൽവാസികളെ ഉണ്ടാക്കുന്നു. There are 2 characters in this poem. ഈ ഒരു കവിതയിൽ 2 കഥാപാത്രങ്ങളാണ് ഉള്ളത്. The poet and his neighbor. കവിയും അദ്ദേഹത്തിൻ്റെ അയൽവാസിയും. ഇവർ 2 പേരുമാണ് ഈ ഒരു കവിതയിലെ 2 കഥാപാത്രങ്ങൾ. ആൻഡ് ദർ ഇസ് എ സ്റ്റോൺ വാൾ ബിറ്റ്വീൻ ദെയർ പ്രോപ്പർട്ടി. ഈ 2 അയൽവാസികളുടെയും സ്ഥലത്തിനിടയിൽ കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു മതിലുണ്ട്. ആൻഡ് ദ വാൾ ഈസ് ബ്രോക്കൺ വിതൗട്ട് എനി റീസൺ. ഒരു കാരണവുമില്ലാതെ മതിൽ പൊളിയുന്നു. അതായത് ഇൻ എവറി സ്പ്രിംഗ് സീസൺ ദ പോയറ്റ് ഫൈൻഡ്സ് ദ വാൾ ഈസ് ബ്രോക്കൺ. എല്ലാ വസന്തകാലത്തിലും ആ ഒരു മതിൽ തകർന്നതായി കവി കാണുന്നു. ആൻഡ് നോ വൺ നോസ് ഹു ഈസ് ബ്രേക്കിംഗ് ദ വാൾ. ആർക്കും അറിയില്ല ആരാണ് ആ ഒരു മതിലിനെ പൊളിക്കുന്നത് എന്നത്. ദെൻ ദ പോയറ്റ് ഇൻഫോംസ് ഹിസ് നെയ്ബർ അബൌട്ട് ദ കണ്ടീഷൻ ഓഫ് ദ വാൾ. അങ്ങനെ കവി അദ്ദേഹത്തിൻ്റെ അയൽവാസിയെ ഈ ഒരു മതിലിൻ്റെ അവസ്ഥയെക്കുറിച്ച് അറിയിക്കുകയാണ്. അതായത് മതിൽ പൊളിഞ്ഞതായിട്ട് കവി അദ്ദേഹത്തിൻ്റെ അയൽവാസിയെ അറിയിക്കുകയാണ്. ആൻഡ് ദ പോയറ്റ് ആൻഡ് ഹിസ് നെയ്ബർ റിപ്പയർ ദ സ്റ്റോൺ വാൾ. അങ്ങനെ ഒരു ദിവസം കവിയും അദ്ദേഹത്തിൻ്റെ അയൽവാസിയും കൂടെ ആ ഒരു മതിൽ, തകർന്ന ആ ഒരു മതിൽ റിപ്പയർ ചെയ്യുകയാണ്, നന്നാക്കുകയാണ്. While repairing the wall, the poet doubts the need of the wall between their property. അങ്ങനെ ആ ഒരു മതിൽ റിപ്പയർ ചെയ്യുന്നതിനിടയിൽ കവി അവിടെയുള്ള ആ ഒരു മതിലിൻ്റെ, അവർ നന്നാക്കുന്ന ആ ഒരു മതിലിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സംശയിക്കുകയാണ്. According to him, they don't need a wall because they have no cattle. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ, അതായത് കവിയുടെ അഭിപ്രായത്തിൽ അവിടെ ഒരു മതിലിൻ്റെ ആവശ്യമില്ല, കാരണം അവിടെ കന്നുകാലികളൊന്നുമില്ല. He says they have only apple trees and pine trees and they never cross the land. കവി പറയുന്നത് അവിടെ ആകെയുള്ളത് ആപ്പിൾ മരങ്ങളും അതുപോലെ തന്നെ പൈൻ മരങ്ങളുമാണ്. അവ ഒരിക്കലും ക്രോസ് ചെയ്യില്ല എന്നും കവി പറയുന്നു. അതായത് കവിയുടെ ഭൂമിയിലുള്ള ആപ്പിൾ മരങ്ങൾ അദ്ദേഹത്തിൻ്റെ അയൽവാസിയുടെ ഭൂമിയിലേക്കോ അതേസമയം തന്നെ അദ്ദേഹത്തിൻ്റെ അയൽവാസിയുടെ പൈൻ മരങ്ങൾ കവിയുടെ സ്ഥലത്തേക്കോ വരില്ല എന്ന് കവി പറയുന്നു. സോ ഹി സേസ് ദർ ഈസ് നോ വാൾ ബിറ്റ്വീൻ ദെയർ പ്രോപ്പർട്ടി. അതുകൊണ്ട് തന്നെ കവി പറയുകയാണ് അവരുടെ പ്രോപ്പർട്ടിക്കിടയിൽ, അതായത് അവരുടെ സ്ഥലത്തിനിടയിൽ ഒരു മതിലിൻ്റെ ആവശ്യമില്ല എന്നാണ് കവി പറയുന്നത്. ബട്ട് ദ നെയ്ബർ ഈസ് നോട്ട് റെഡി ടു അക്സെപ്റ്റ് പോയറ്റ്സ് ഒപ്പീനിയൻ. എന്നാൽ കവിയുടെ അഭിപ്രായം അംഗീകരിക്കാനോ അത് സ്വീകരിക്കാനോ അദ്ദേഹത്തിൻ്റെ അയൽക്കാരൻ തയ്യാറല്ല. ഹി ഹാസ് എ ഫേം ബിലീഫ് ദാറ്റ് ദർ മസ്റ്റ് ബി എ വാൾ. അവിടെ ഒരു മതിൽ ഉണ്ടായിരിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഉറച്ച വിശ്വാസം. അതായത് കവിയുടെ അയൽവാസിയുടെ അഭിപ്രായത്തിൽ അവിടെ ഒരു മതിൽ നിർബന്ധമാണ്. ബിക്കോസ് ഇറ്റ് ഈസ് ക്രൂഷ്യൽ ടു മെയിൻറ്റെയിൻ ദെയർ റിലേഷൻഷിപ്പ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ആ അയൽവാസികൾ തമ്മിലുള്ള നല്ല ബന്ധത്തെ നിലനിർത്താൻ ആ ഒരു മതിൽ അവിടെ അത്യാവശ്യമാണ്. ഹി ഓൾവേസ് സേസ് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. അദ്ദേഹം എപ്പോഴും പറയുന്നത് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്, നല്ല മതിലുകൾ നല്ല അയൽവാസികളെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതായത് കവിയുടെ അയൽവാസി പറയുന്നത് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്, നല്ല മതിലുകൾ നല്ല അയൽവാസികളെ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. വിച്ച് മീൻസ് ഇൻ ഹിസ് ഒപ്പീനിയൻ ദർ ഷുഡ് ബി എ വാൾ. അതായത് കവിയുടെ അയൽവാസിയുടെ അഭിപ്രായത്തിൽ അവിടെ ഒരു മതിൽ നിർബന്ധമാണ്. ആക്ച്വലി ദ ഐഡിയാസ് ഓഫ് ദ പോയറ്റ് ആൻഡ് ഹിസ് നെയ്ബർ ആർ ഡിഫറെൻറ്റ്. യഥാർത്ഥത്തിൽ കവിയുടെയും അദ്ദേഹത്തിൻ്റെ അയൽവാസിയുടെയും കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ്. ദ പോയറ്റ് ആർഗ്യൂസ് ദാറ്റ് ദർ ഈസ് നോ നീഡ് ഓഫ് എ വാൾ ദെയർ. അവിടെ ഒരു മതിലിൻ്റെ ആവശ്യമില്ല എന്നാണ് കവി വാദിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ദ നെയ്ബർ ആർഗ്യൂസ് ദർ ഷുഡ് ബി എ വാൾ. അയൽവാസി വാദിക്കുന്നത് അവിടെ ഒരു മതിൽ വേണം എന്നുള്ളതാണ്. ഹി സേസ് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. അയൽവാസി പറയുന്നത് നല്ല മതിലുകൾ നല്ല അയൽവാസികളെ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇത്രയും കാര്യങ്ങളാണ് മെൻഡിങ് വാൾ എന്ന കവിതയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ദെൻ ഇനി നമുക്ക് 2ാം യൂണിറ്റിലെ 2ാം ചാപ്റ്ററായ അമീഗോ ബ്രദേഴ്സ് എന്ന കഥയുടെ സമ്മറി മനസ്സിലാക്കാം. അമീഗോ ബ്രദേഴ്സ്. അമീഗോ is a Spanish word which means friend.
അമീഗോ എന്നത് ഒരു സ്പാനിഷ് വേർഡാണ്. അതിൻ്റെ അർത്ഥം ഫ്രണ്ട്, സുഹൃത്ത് എന്ന മീനിങ് ആണ്. അമീഗോ ബ്രദേഴ്സ് ഇസ് എ ഷോർട്ട് സ്റ്റോറി റിട്ടൺ ബൈ പിരി തോമസ്. പിരി തോമസ് എഴുതിയ ഒരു ചെറു കഥയാണ് അമീഗോ ബ്രദേഴ്സ്. ദ തീം ഓഫ് ദ സ്റ്റോറി ഈസ് ട്രൂ ഫ്രണ്ട്ഷിപ്പ്. യഥാർത്ഥ സൗഹൃദമാണ് ഈ ഒരു കഥയുടെ ആശയം. അമീഗോ ബ്രദേഴ്സ് ഇസ് എ സ്റ്റോറി ഓഫ് ടു യങ് ഫ്രണ്ട്സ്. രണ്ട് യുവ സുഹൃത്തുക്കളുടെ കഥയാണ് അമീഗോ ബ്രദേഴ്സ്. ആ രണ്ട് സുഹൃത്തുക്കൾ ആരൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അന്റോണിയോ ക്രൂസ് ആൻഡ് ഫെലിക്സ് വുഗാസ്. അന്റോണിയോ ക്രൂസും ഫെലിക്സ് വുഗാസുമാണ് ആ രണ്ട് സുഹൃത്തുക്കൾ. ദേ വെർ വെരി ക്ലോസ് ഫ്രണ്ട്സ്. അവർ രണ്ടുപേരും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ആൻഡ് ദേ വെർ ലൈക്ക് ബ്രദേഴ്സ്. അവർ രണ്ടുപേരും സഹോദരങ്ങളെപ്പോലെയായിരുന്നു. ആക്ച്വലി ദേ വെർ നോട്ട് ബ്രദേഴ്സ് ബട്ട് ദേ വെർ ലൈക്ക് ബ്രദേഴ്സ്. യഥാർത്ഥത്തിൽ അവർ സഹോദരങ്ങളല്ല എങ്കിലും അവർ സഹോദരങ്ങളെപ്പോലെയായിരുന്നു. ദേ വെർ ഓൾവേസ് ടുഗെദർ. അവർ എപ്പോഴും ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് ബോത്ത് വെർ 17 years old. അവർ രണ്ടുപേർക്കും, അന്റോണിയോ ക്രൂസിനും ഫെലിക്സ് വുഗാസിനും 17 വയസ്സായിരുന്നു. ദേ ഹാഡ് നോൺ ഈച്ച് അതർ സിൻസ് ചൈൽഡ്ഹുഡ്. കുട്ടിക്കാലം മുതലേ അവർക്ക് പരസ്പരം അറിയാമായിരുന്നു. ദേ ലിവ്ഡ് ഇൻ ദ സെയിം ബിൽഡിംഗ്. അവർ രണ്ടുപേരും ഒരേ കെട്ടിടത്തിലായിരുന്നു താമസിച്ചിരുന്നത്. ബോത്ത് അന്റോണിയോ ക്രൂസ് ആൻഡ് ഫെലിക്സ് വുഗാസ് ഹാഡ് ദ സെയിം ഡ്രീം. ഇവർ രണ്ടുപേർക്കും, അതായത് അന്റോണിയോ ക്രൂസിനും ഫെലിക്സ് വുഗാസിനും ഒരേ സ്വപ്നമായിരുന്നു, ഒരേ ആഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നത്. ദർ ഡ്രീം വാസ് ടു ബിക്കം ദ ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ ഓഫ് ദ വേൾഡ്. ലോക ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ ആകുക, അതായത് ലോകത്തിലെ ബോക്സിംഗ് ചാമ്പ്യൻ ആകുക എന്നുള്ളതായിരുന്നു അവർ രണ്ടുപേരുടെയും സ്വപ്നം. ടു അച്ചീവ് ദ ഡ്രീം ദ പ്രാക്ടീസ്ഡ് വെൽ. അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി അവർ രണ്ടുപേരും നന്നായിട്ട് പരിശീലിച്ചിരുന്നു. ദേ woke up early in the morning and practiced together, sometimes at the boys club and sometimes at the gym. അവർ അതിരാവിലെ തന്നെ ഉണരുകയും ഒരുമിച്ച് പരിശീലിക്കുകയും ചെയ്തിരുന്നു. ചില സമയങ്ങളിൽ ബോയ്സ് ക്ലബ്ബിൽ വെച്ചും അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ജിമ്മിലുമായിരുന്നു അവർ പ്രാക്ടീസ് ചെയ്തിരുന്നത്. ദേ ഹാഡ് എ കളക്ഷൻ ഓഫ് ഫൈറ്റ് മാഗസീൻസ്. ഫൈറ്റ് മാസികകളുടെ ഒരു ശേഖരം തന്നെ അവർക്കുണ്ടായിരുന്നു. ഓക്കെ, ഇത്രയും വിശദീകരിച്ചിട്ടുള്ളത് അന്റോണിയോ ക്രൂസും ഫെലിക്സ് വുഗാസും തമ്മിലുള്ള സാമ്യങ്ങളാണ്. ഇനി നമുക്ക് അവർ തമ്മിലുള്ള, അതായത് അന്റോണിയോ ക്രൂസും ഫെലിക്സ് വുഗാസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പരിചയപ്പെടാം. ഫിസിക്കലി ദേ വെർ ഡിഫറൻറ്റ്. ശാരീരികമായിട്ട് അവർ വളരെ വ്യത്യസ്തരായിരുന്നു. അതായത് അന്റോണിയോ ക്രൂസും ഫെലിക്സ് വുഗാസും ശാരീരികമായിട്ട് വളരെ വ്യത്യസ്തരായിരുന്നു. അവർ തമ്മിലുള്ള ശാരീരികമായിട്ടുള്ള വ്യത്യാസങ്ങൾ നോക്കാം. അന്റോണിയോ ക്രൂസ്, ഹി വാസ് ഫെയർ, ലീൻ ആൻഡ് ലാങ്കി. അന്റോണിയോ സുന്ദരനും, അതായത് വെളുത്തവനും മെലിഞ്ഞവനും അതേസമയം തന്നെ ഉയരമുള്ളവനുമായിരുന്നു. ഹിസ് ഹെയർ വാസ് ഓൾവേസ് ഫാളിങ് ഓവർ ഹിസ് ഐസ്. അവൻ്റെ തലമുടി കണ്ണിന് മുകളിലൂടെ തൂങ്ങി നിൽക്കുന്ന രൂപത്തിലായിരുന്നു. അതായത് അന്റോണിയോ ക്രൂസ് വെളുത്തവനും സുന്ദരനും മെലിഞ്ഞവനും അതേസമയം തന്നെ നീളമുള്ളവനുമായിരുന്നു. അവൻ്റെ തലമുടി കണ്ണിന് മുകളിലൂടെ തൂങ്ങി നിൽക്കുന്ന രൂപത്തിലായിരുന്നു. ദെൻ ഫെലിക്സ് വുഗാസ്, ഹി വാസ് ഡാർക്ക്, ഷോർട്ട് ആൻഡ് ഹസ്കി. ഫെലിക്സ് വുഗാസ് ഇരുണ്ട നിറമുള്ളവനും ഉയരം കുറഞ്ഞവനും അതേസമയം തന്നെ തടിയുള്ളവനുമായിരുന്നു. ഹിസ് ഹെയർ വാസ് ഇൻ എ നാച്ചുറൽ ആഫ്രോ സ്റ്റൈൽ. അവൻ്റെ തലമുടി ഒരു ആഫ്രിക്കൻ ശൈലിയിലായിരുന്നു. അതായത് ഫെലിക്സ് വുഗാസ് ഇരുണ്ട നിറമുള്ളവനും ഉയരം കുറഞ്ഞവനും അതേസമയം തന്നെ തടിയുള്ളവനുമായിരുന്നു, തടിച്ചവനുമായിരുന്നു. ദെൻ അവൻ്റെ തലമുടി ഒരു ആഫ്രിക്കൻ ശൈലിയിലായിരുന്നു, അതായത് ഒരു ആഫ്രിക്കൻ സ്റ്റൈലിലായിരുന്നു ഫെലിക്സ് വുഗാസിൻ്റെ തലമുടി. ഓക്കെ, ഇത്രയും ഡിഫറൻസുകളാണ്, ഇത്രയും വ്യത്യാസങ്ങളാണ് അന്റോണിയോ ക്രൂസും ഫെലിക്സ് വുഗാസും തമ്മിലുണ്ടായിരുന്നത്. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇതുവരെ നാം ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അന്റോണിയോ ക്രൂസും ഫെലിക്സ് വുഗാസും തമ്മിലുള്ള സിമിലാരിറ്റീസ്, ചില സാമ്യങ്ങളും ദെൻ ഡിഫറൻസസ്, ചില വ്യത്യാസങ്ങളുമാണ് ഇതുവരെ നാം ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു കഥയുടെ സമ്മറി മനസ്സിലാക്കാം. ബോത്ത് അന്റോണിയോ ക്രൂസ് ആൻഡ് ഫെലിക്സ് വുഗാസ് റീച്ച്ഡ് ഇൻ ദ ഫൈനൽ മാച്ച് ഓഫ് എ ബോക്സിംഗ് കോൺടെസ്റ്റ്. ഇവർ രണ്ടുപേരും, അന്റോണിയോ ക്രൂസും ഫെലിക്സ് വുഗാസും, ഒരു ബോക്സിംഗ് മത്സരത്തിലെ ഫൈനലിൽ എത്തുകയാണ്. ദ വിന്നർ ഓഫ് ദിസ് ബോക്സിംഗ് കോൺടെസ്റ്റ് വുഡ് ഗെറ്റ് എ ചാൻസ് ടു റിപ്രസെൻറ്റ് ഇൻ ദ ഗോൾഡൻ ഗ്ലൗസ് ചാമ്പ്യൻഷിപ്പ് ടൂർണമെൻറ്റ്. ഈ ഒരു ബോക്സിംഗ് മത്സരത്തിലെ ഫൈനലിലെ വിജയിക്ക് മറ്റൊരു ബോക്സിംഗ് ടൂർണമെൻ്റ് ആയിട്ടുള്ള ഗോൾഡൻ ഗ്ലൗ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിക്കുമായിരുന്നു. ബട്ട് ദേ ഹാവ് ടു ഫൈറ്റ് ഈച്ച് അതർ ഇൻ ദ ഫൈനൽ മാച്ച് ടു വിൻ ഇൻ ദ കോമ്പറ്റീഷൻ. എന്നാൽ ഈ ഒരു ഫൈനൽ മത്സരത്തിൽ, ഈ ഒരു ബോക്സിംഗ് മത്സരത്തിലെ ഫൈനലിൽ വിജയിക്കാൻ ഇവർ രണ്ടുപേർക്കും, അതായത് അന്റോണിയോ ക്രൂസിനും ഫെലിക്സ് വുഗാസിനും പരസ്പരം പോരാടേണ്ടതുണ്ട്. അതായത് ഒരു ബോക്സിംഗ് കോൺടെസ്റ്റിൽ, ഒരു ബോക്സിംഗ് മത്സരത്തിൽ സുഹൃത്തുക്കളായിട്ടുള്ള അന്റോണിയോ ക്രൂസും ഫെലിക്സ് വുഗാസും ആ ഒരു മത്സരത്തിലെ ഫൈനലിൽ എത്തുകയാണ്. ഈ ഒരു മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ അടുത്ത ഒരു ടൂർണമെൻ്റ് ആയിട്ടുള്ള ഗോൾഡൻ ഗ്ലൗ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനുള്ള അവസരവും ലഭിക്കുമായിരുന്നു. എന്നാൽ ഈ ഒരു ബോക്സിംഗ് മത്സരത്തിൽ വിജയിക്കാനും അതേസമയം അതുപോലെ തന്നെ മറ്റൊരു ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടും ഇവർ പരസ്പരം പോരടിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. സോ ദേ കുഡ്ന്റ് സ്ലീപ്പ് അറ്റ് നൈറ്റ് ബിക്കോസ് ഓഫ് ദ തോട്ട്സ് അബൌട്ട് ദ ഫൈനൽ കോൺടെസ്റ്റ്. നമുക്കറിയാം അന്റോണിയോ ക്രൂസും ഫെലിക്സ് വുഗാസും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു മത്സരത്തെക്കുറിച്ചുള്ള, ആ ഒരു ഫൈനൽ മത്സരത്തെ കുറിച്ചുള്ള ചിന്തകളാൽ അവർക്ക് രണ്ടുപേർക്കും രാത്രി ഉറങ്ങാൻ സാധിച്ചിരുന്നില്ല. സോ ദേ ഡിസൈഡഡ് നോട്ട് ടു മീറ്റ് ടിൽ ദ ഡേ ഓഫ് ദെയർ കോമ്പറ്റീഷൻ. അങ്ങനെ അവർ തങ്ങളുടെ മത്സര ദിവസം വരെ, ആ ഒരു ഫൈനൽ മത്സരം ദിവസം വരെ പരസ്പരം കാണേണ്ടതില്ല എന്ന് അവർ തീരുമാനിച്ചു.
Felix went to his Aunt Lucy's house in order to avoid thoughts about his friend Antonio. അങ്ങനെ തൻ്റെ സുഹൃത്തായിട്ടുള്ള അന്റോണിയെ കാണാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും, അതായത് ആ ഒരു ദിവസം വരെ, ഫൈനൽ മത്സരം വരെ കാണാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും, അവനെക്കുറിച്ചുള്ള ചിന്തകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും ഫെലിക്സ് തൻ്റെ ആൻറ്റി ലൂസിയുടെ വീട്ടിൽ പോവുകയാണ്. വൈൽ അന്റോണിയോ ലിവ്ഡ് ഇൻ ദ സെയിം ബിൽഡിംഗ്, അതേസമയം തന്നെ അന്റോണിയോ അവർ സാധാരണ താമസിക്കാറുള്ള ആ ഒരു കെട്ടിടത്തിൽ താമസിക്കുകയും ചെയ്തു. Then the day before the final match, the two friends tried not to remember the other's face from their minds. അങ്ങനെ ആ ഒരു മത്സരത്തിൻ്റെ തലേ ദിവസം ഇവർ രണ്ടുപേരും, അന്റോണിയോ ക്രൂസും ഫെലിക്സ് വുഗാസും, തങ്ങളുടെ മനസ്സിൽ നിന്ന് മറ്റൊരാളുടെ മുഖം, അതായത് അന്റോണിയോ ക്രൂസ് ഫെലിക്സ് വുഗാസിനെയും ഫെലിക്സ് വുഗാസ് അന്റോണിയോ ക്രൂസിനെയും ഓർമ്മിക്കാതിരിക്കാൻ ശ്രമിച്ചു. Then they thought about the punches not to hurt other one. മറ്റുള്ളവനെ വേദനിപ്പിക്കാതെയുള്ള പഞ്ചുകളെക്കുറിച്ച്, ഇടികളെക്കുറിച്ചായിരുന്നു അവരുടെ ചിന്തകൾ. And both Antonio Cruz and Felix Vugas prayed for victory early and quickly without hurting another one. മറ്റവനെ വേദനിപ്പിക്കാതെയുള്ള നേരത്തെയും പെട്ടെന്നുമുള്ള ഒരു വിജയത്തിനായിട്ട് ഇവർ രണ്ടുപേരും, അന്റോണിയോ ക്രൂസും ഫെലിക്സ് വുഗാസും പ്രാർത്ഥിക്കുകയും ചെയ്തു. Then on the day of their contest, both reached on the boxing ring and began to fight. അങ്ങനെ അവരുടെ മത്സരത്തിൻ്റെ ആ ഒരു ദിവസം ഇവർ രണ്ടുപേരും, അന്റോണിയോ ക്രൂസും ഫെലിക്സ് വുഗാസും ബോക്സിംഗ് റിങ്ങിൽ എത്തുകയും പോരാടാൻ തുടങ്ങുകയും ചെയ്തു. ഈച്ച് വാസ് ട്രൈങ് ടു വിൻ ക്വിക്ലി. ഇവർ രണ്ടുപേരും, അന്റോണിയോ ക്രൂസും ഫെലിക്സ് വുഗാസും പെട്ടെന്നുള്ള വിജയത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയായിരുന്നു. And at the time of their fight, both the friends fought very strongly and no one could win in the first 2 rounds. അങ്ങനെ അവരുടെ മത്സര സമയത്ത് ഇവർ രണ്ടുപേരും, രണ്ട് സുഹൃത്തുക്കളും, അന്റോണിയോ ക്രൂസും ഫെലിക്സ് വുഗാസും വളരെ ശക്തമായിട്ട് തന്നെ പോരാടുകയാണ്. ആദ്യ 2 റൗണ്ടുകളിലും ആർക്കും വിജയിക്കാൻ സാധിച്ചില്ല. ആൻഡ് there were 3 rounds in the match. ആ ഒരു മത്സരത്തിൽ ആകെ 3 റൗണ്ടുകളായിരുന്നു ഉണ്ടായിരുന്നത്. In the first 2 rounds, Felix began the attack. ആദ്യ 2 റൗണ്ടുകളിലും, മത്സരത്തിലെ ആദ്യ 2 റൗണ്ടുകളിലും ഫെലിക്സ് ആയിരുന്നു അവരുടെ ആക്രമണം തുടങ്ങിയത്. In the last round, Antonio started the attack. എന്നാൽ മത്സരത്തിൻ്റെ അവസാന റൗണ്ടിൽ അന്റോണിയോ ആയിരുന്നു അവൻ്റെ ആക്രമണം തുടങ്ങിയത്. അതായത് ഈ ഒരു 3 റൗണ്ടുകളിൽ ആദ്യ 2 റൗണ്ടിൽ ഫെലിക്സ് ആയിരുന്നു മത്സരം തുടങ്ങിയത്, അതേസമയം തന്നെ 3-ാം റൗണ്ടിൽ മത്സരം തുടങ്ങിയത് അന്റോണിയോയുമായിരുന്നു. ഇറ്റ് വാസ് ദ ടഫസ്റ്റ് ഫൈറ്റ് ഇൻ ദ 3 rounds. 3 റൗണ്ടുകളിലും, മത്സരത്തിൻ്റെ 3 റൗണ്ടുകളിലും ഏറ്റവും ശക്തമായിട്ടുള്ള, ഏറ്റവും കടുപ്പമേറിയ പോരാട്ടമായിരുന്നു. The audience was frightened because of the power of their punches and fight. അവരുടെ പോരാട്ടത്തിൻ്റെയും അവരുടെ പഞ്ചുകളുടെയും ശക്തി കാരണം ആ ഒരു മത്സരം കാണാൻ വന്നിരുന്ന ഓഡിയൻസ് എല്ലാവരും ഭയപ്പെട്ടിരുന്നു. But after the final round, before announcing the winner, both of them have left the ring. എന്നാൽ അതായത് അവരുടെ മത്സരം വളരെ കടുപ്പമേറിയതായിരുന്നു എങ്കിലും 3-ാം റൗണ്ടിന് ശേഷം, അതായത് ഫൈനൽ റൗണ്ടിന് ശേഷം വിജയിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ ഇവർ രണ്ടുപേരും, അന്റോണിയോ ക്രൂസും ഫെലിക്സ് വുഗാസും, ഇവർ രണ്ടുപേരും ആ ഒരു ബോക്സിംഗ് റിംഗ് വിട്ടു പോയിരുന്നു. അതായത് when the announcer was ready to announce the winner, he found he was alone on the ring. The fighters have already left the ring together. അതായത് മത്സരശേഷം വിജയിയെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ട് റിങ്ങിൽ തയ്യാറായ സമയത്ത് അദ്ദേഹം ആ ഒരു റിങ്ങിൽ തനിച്ചായിരുന്നു. അതായത് ഇവർ രണ്ടുപേരും, അന്റോണിയോ ക്രൂസും ഫെലിക്സ് വുഗാസും, ആ ഒരു പോരാളികൾ ഇതിനകം തന്നെ ആ ഒരു റിങ് വിട്ടുപോയിരുന്നു. ഇറ്റ് ഷോസ് ബോത്ത് ഓഫ് ദം ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു ദെയർ ഫ്രണ്ട്ഷിപ്പ്. ഇത് കാണിക്കുന്നത് അവർ രണ്ടുപേരും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, അന്റോണിയോ ക്രൂസും ഫെലിക്സ് വുഗാസും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അവരുടെ സൗഹൃദത്തിനാണ് എന്നതാണ്. അതായത് ദേ ഡോണ്ട് വാണ്ട് ടു ബീറ്റ് അനദർ വൺ. പരസ്പരം പരാജയപ്പെടുത്താൻ, തോൽപ്പിക്കാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല. ദേ ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു ദെയർ ഫ്രണ്ട്ഷിപ്പ് ദാൻ എനി വിക്ടറി. ഏതൊരു വിജയത്തെക്കാൾ അവർ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അവരുടെ സൗഹൃദത്തിനായിരുന്നു. ഓക്കെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇത്രയും കാര്യങ്ങളാണ് അമീഗോ ബ്രദേഴ്സ് എന്ന കഥയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ദെൻ ദ തീം ഓഫ് ദ സ്റ്റോറി ഈസ് ട്രൂ ഫ്രണ്ട്ഷിപ്പ്. ഈ ഒരു കഥയുടെ പ്രധാനപ്പെട്ട ആശയമായിട്ട് വരുന്നത് യഥാർത്ഥ സൗഹൃദമാണ്. ദെൻ ഇനി നമുക്ക് 2-ാം യൂണിറ്റിലെ 3-ാം ചാപ്റ്ററായ ദ അവർ ഓഫ് ട്രൂത്ത് എന്ന നാടകത്തിൻ്റെ സമ്മറി മനസ്സിലാക്കാം. ദ അവർ ഓഫ് ട്രൂത്ത്, സത്യത്തിൻ്റെ മണിക്കൂർ. ദ അവർ ഓഫ് ട്രൂത്ത് ഈസ് എ 1-act play written by പെർസിവൽ വൈൽഡ്. പെർസിവൽ വൈൽഡ് എഴുതിയിട്ടുള്ള ഒരു നാടകമാണ് ദ അവർ ഓഫ് ട്രൂത്ത്. ദ ക്യാരക്ടേഴ്സ് ഇൻ ദിസ് പ്ലേ ആർ റോബർട്ട് ബോൾഡ്വിൻ, മാർത്ത, ജോൺ, ഇവി, മിസ്റ്റർ മാർഷൽ ആൻഡ് എ മെയ്ഡ്. ഈ നാടകത്തിലെ കഥാപാത്രങ്ങളാണ് റോബർട്ട് ബോൾഡ്വിൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യയായ മാർത്ത, ദെൻ അദ്ദേഹത്തിൻ്റെ മകനായ ജോൺ, അദ്ദേഹത്തിൻ്റെ മകളായ ഇവി, ദെൻ മിസ്റ്റർ മാർഷൽ ആൻഡ് എ മെയ്ഡ്, അതായത് ഒരു ഫീമെയിൽ സെർവൻറ്റ്, ഒരു വീട്ടുജോലിക്കാരി. ഇത്രയും ആളുകളാണ് ഈ ഒരു കഥയിലെ കഥാപാത്രങ്ങൾ. റോബർട്ട് ബോൾഡ്വിൻ ഈസ് ദ ഹീറോ ഇൻ ദിസ് പ്ലേ. ഈ ഒരു നാടകത്തിലെ നായകനാണ് റോബർട്ട് ബോൾഡ്വിൻ. ഹി ഈസ് ദ സെൻട്രൽ ക്യാരക്ടർ. അദ്ദേഹമാണ് ഈ ഒരു നാടകത്തിലെ കേന്ദ്ര കഥാപാത്രം. ഹി ഈസ് എൻ ഓണസ്റ്റ് മാൻ. അദ്ദേഹം സത്യസന്ധനായിട്ടുള്ളൊരു മനുഷ്യനാണ്. The play tells how Baldwin struggles to keep his truthful ways of life. ബോൾഡ്വിൻ തൻ്റെ സത്യസന്ധമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് ഈ ഒരു നാടകം നമ്മോട് പറയുന്നുണ്ട്.
He also proves that truth will prevail in the end. അവസാനം സത്യം വിജയിക്കുമെന്നും അദ്ദേഹം തെളിയിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു നാടകത്തിൻ്റെ സമ്മറി മനസ്സിലാക്കാം. ദ പ്ലേ ടേക്സ് പ്ലേസ് അറ്റ് ബാൾവിൻസ് ഹൗസ്. റോബർട്ട് ബാൾവിൻ്റെ വീട്ടിലാണ് ഈ ഒരു നാടകം നടക്കുന്നത്. റോബർട്ട് ബാൾവിൻ ലിവ്സ് ഇൻ എ ലിറ്റിൽ കോട്ടേജ് വിത്ത് ഹിസ് ഫാമിലി. റോബർട്ട് ബാൾവിൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ചെറിയ കുടിലിലാണ് താമസിക്കുന്നത്. ഹിസ് ഫാമിലി ഇൻക്ലൂഡ്സ് ഹിസ് വൈഫ് മാർത്ത, ഹിസ് സൺ ജോൺ ആൻഡ് ഹിസ് ഡോട്ടർ ഇവി. ഈ ഒരു നാടകത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഭാര്യ മാർത്ത, അദ്ദേഹത്തിൻ്റെ മകൻ ജോൺ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകളായിട്ടുള്ള എവി എന്നിവരാണ് അദ്ദേഹത്തിൻ്റെ റോബർട്ട് ബാൾവിൻ്റെ കുടുംബാംഗങ്ങൾ. ബാൾവിൻ വർക്ക്സ് ഇൻ എ ബാങ്ക് ആസ് എ സെക്രട്ടറി. റോബർട്ട് ബാൾവിൻ ഒരു ബാങ്കിൽ ഒരു സെക്രട്ടറി ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. ദ ഓണർ ഓഫ് ദ ബാങ്ക് ഈസ് ഹിസ് ഫ്രണ്ട് ഗ്രേഷാം. ആ ഒരു ബാങ്കിൻ്റെ ഉടമസ്ഥൻ റോബർട്ട് ബാൾവിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഗ്രേഷമാണ്. ദേ വെയർ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ്. അവർ രണ്ടുപേരും, അതായത് റോബർട്ട് ബാൾവിനും ഗ്രേഷമും കുട്ടിക്കാലത്തെയുള്ള സുഹൃത്തുക്കളായിരുന്നു. റോബർട്ട് ബാൾവിൻ ഗെറ്റ്സ് ഓൺലി $60 എ വീക്ക്. റോബർട്ട് ബാൾവിൻ അദ്ദേഹത്തിൻ്റെ ജോലിയിൽ നിന്ന്, അതായത് ബാങ്കിലെ സെക്രട്ടറി എന്ന ആ ഒരു ജോലിയിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കുന്നത് ആഴ്ചയിൽ $60. വിത്ത് ദിസ് ലിമിറ്റഡ് ഇൻകം ഹി ലിവ്സ് ഹാപ്പിലി. ഈ ഒരു പരിമിതമായ വരുമാനം കൊണ്ട് തന്നെ അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടെ തന്നെ ജീവിക്കുന്നുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദ ബാങ്ക് ഈസ് ക്ലോസ്ഡ്. എന്നാൽ നിർഭാഗ്യവശാൽ റോബർട്ട് ബാൾവിൻ ജോലി ചെയ്യുന്ന ആ ഒരു ബാങ്ക് ക്ലോസ് ചെയ്യുന്നു, അടക്കപ്പെടുന്നു. ബിക്കോസ് ഗ്രേഷം ഹാഡ് മിസ്യൂസ് ദ ഡെപ്പോസിറ്റേഴ്സ് മണി ആൻഡ് ഹി വാസ് അറസ്റ്റഡ്. ഈ ഒരു ബാങ്ക് ക്ലോസ് ചെയ്യാനുള്ള അടക്കാനുള്ള കാരണം എന്താണ്? ഈ ഒരു ബാങ്കിലെ ഓണറായിരുന്ന ഗ്രേഷം ഡെപ്പോസിറ്റേഴ്സിൻ്റെ പണം മിസ്യൂസ് ചെയ്യുകയും, അതായത് ഡെപ്പോസിറ്റേഴ്സിൻ്റെ പണം ദുരുപയോഗം ചെയ്യുകയും അത് കാരണമായിട്ട് പോലീസ് ഗ്രേഷത്തിന് അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായി. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഒരു ബാങ്ക് ക്ലോസ് ചെയ്യുന്നത്. ആൻഡ് റോബർട്ട് ബാൾവിൻ ലൂസസ് ഹിസ് ജോബ്. ആ ഒരു ബാങ്ക് ക്ലോസ് ചെയ്തത് കൊണ്ട് തന്നെ ആ ഒരു ബാങ്കിലെ സെക്രട്ടറി ആയിരുന്ന റോബർട്ട് ബാൾവിൻ്റെ ജോലി നഷ്ടപ്പെടുന്നു. ആൻഡ് റോബർട്ട് ബാൾവിൻ വാസ് ദ ഓൺലി വിറ്റ്നസ് ഇൻ ദ ക്രൈം ഡൺ ബൈ ഗ്രേഷം. ഗ്രേഷം ചെയ്ത ആ ഒരു നിയമലംഘനത്തിനെതിരെയുള്ള ഏക സാക്ഷി റോബർട്ട് ബാൾവിനായിരുന്നു. അതായത് ഗ്രേഷം ചെയ്ത ആ ഒരു കുറ്റം, ആ ഒരു ക്രൈം എന്താണ് എന്നുള്ളത് നമുക്കറിയാം. അതായത് ഗ്രേഷത്തിൻ്റെ ബാങ്കിലെ ഡെപ്പോസിറ്റേഴ്സിൻ്റെ പണം അദ്ദേഹം മിസ്യൂസ് ചെയ്യുകയുണ്ടായി. അതായിരുന്നു അദ്ദേഹം ചെയ്ത തെറ്റ്. ദെൻ ഈ ഒരു തെറ്റിന് ഏക സാക്ഷി ഗ്രേഷത്തിൻ്റെ ഫ്രണ്ടും അതുപോലെ തന്നെ ആ ഒരു ബാങ്കിലെ സെക്രട്ടറിയുമായിട്ടുള്ള റോബർട്ട് ബാൾവിനായിരുന്നു. ഗ്രേഷം ചെയ്ത ആ ഒരു തെറ്റിൻ്റെ, ആ ഒരു കുറ്റത്തിൻ്റെ ഏക സാക്ഷി. Then, if Robert Baldwin tells the truth in the court while questioning him, Gresham has to go to jail. റോബർട്ട് ബാൾവിനോട് കോടതിയിൽ വെച്ച് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് റോബർട്ട് ബാൾവിൻ വളരെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഗ്രേഷത്തിന് ജയിലിൽ പോകേണ്ടി വരും. സോ ഗ്രേഷം കോൾസ് ബാൾവിൻ ആൻഡ് ഓഫേഴ്സ് ഹിം എ ഹ്യൂജ് എമൗണ്ട് ടു സേവ് ഹിം ഫ്രം ജയിൽ. അതുകൊണ്ട് തന്നെ ഗ്രേഷം റോബർട്ട് ബാൾവിനെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും അദ്ദേഹത്തിന്, അതായത് റോബർട്ട് ബാൾവിന് വലിയൊരു എമൗണ്ട് ഓഫർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ ഒരു വലിയ എമൗണ്ട് ഓഫർ ചെയ്യുന്നത്? ഗ്രേഷത്തിന് ജയിലിൽ നിന്ന് രക്ഷിക്കാൻ. ഗ്രേഷം ടെൽസ് ബാൾവിൻ ടു സേ ഐ ഡോണ്ട് റിമെമ്പർ വെൻ ദ കോർട്ട് ആസ്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. കോടതിയിൽ വെച്ച് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഐ ഡോണ്ട് റിമെമ്പർ, എനിക്ക് ഓർമ്മയില്ല എന്ന് പറയാനാണ് ഗ്രേഷം റോബർട്ട് ബാൾവിനോട് പറയുന്നത്. കോടതിയിൽ ഈ ഒരു കാര്യം പറയാൻ, അതായത് ഐ ഡോണ്ട് റിമെമ്പർ എന്ന് പറയാനും വേണ്ടിയാണ് ഗ്രേഷം റോബർട്ട് ബാൾവിന് വലിയൊരു എമൗണ്ട് ഓഫർ ചെയ്യുന്നത്. ഗ്രേഷം ഓഫേഴ്സ് ബാൾവിൻ $100,000 ടു സേവ് ഹിം ഫ്രം ജയിൽ. അദ്ദേഹത്തെ ജയിലിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഗ്രേഷം റോബർട്ട് ബാൾവിന് ഓഫർ ചെയ്യുന്നത് $100,000, $100,000 ആണ് ഗ്രേഷം റോബർട്ട് ബാൾവിന് ഓഫർ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാണ് ഗ്രേഷം ഇത്രയും വലിയ എമൗണ്ട് ഓഫർ ചെയ്യുന്നത്? ഗ്രേഷത്തിന് ജയിലിൽ നിന്ന് രക്ഷിക്കാൻ. ബട്ട് ബാൾവിൻ ഡസൻറ്റ് റിസീവ് ദ മണി. എന്നാൽ ആ ഒരു വലിയ എമൗണ്ട്, അതായത് ഗ്രേഷം ഓഫർ ചെയ്ത ആ ഒരു 100,000 എന്ന വലിയ എമൗണ്ട് റോബർട്ട് ബാൾവിൻ സ്വീകരിക്കുന്നില്ല. ഹി റിജക്ട്സ് ദ ബ്രൈബ് ഓഫേർഡ് ബൈ ഗ്രേഷം. ഗ്രേഷം ഓഫർ ചെയ്തിട്ടുള്ള ആ ഒരു ബ്രൈബ്, അതായത് കൈക്കൂലി, റോബർട്ട് ബാൾവിൻ റിജക്റ്റ് ചെയ്യുന്നു, നിരസിക്കുന്നു. ദെൻ ഫസ്റ്റ് റോബർട്ട് ബാൾവിൻസ് ഫാമിലി സപ്പോർട്ട്സ് ഹിസ് ട്രൂത്ത്ഫുൾനെസ് ആൻഡ് സ്റ്റാൻഡ് വിത്ത് ബാൾവിൻ. ഈ ഒരു നാടകത്തിൻ്റെ തുടക്കത്തിൽ റോബർട്ട് ബാൾവിൻ്റെ ഫാമിലി, റോബർട്ട് ബാൾവിൻ്റെ കുടുംബം അദ്ദേഹത്തിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ റോബർട്ട് ബാൾവിൻ്റെ സത്യസന്ധതയെ അവർ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ബട്ട് ദ ചേഞ്ച് ദർ മൈൻഡ് വെൻ ദേ ന്യൂ ദ ബ്രൈബ് മണി ഓഫർഡ് ബൈ ഗ്രേഷം. എന്നാൽ ഗ്രേഷം ഓഫർ ചെയ്ത ആ ഒരു ബ്രൈബ് മണി, കൈക്കൂലി പണം കേട്ട സമയത്ത്, അതായത് 100,000 എന്ന ആ ഒരു വലിയ എമൗണ്ട് ഗ്രേഷം ഓഫർ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ സമയത്ത് റോബർട്ട് ബാൾവിൻ്റെ കുടുംബം അവരുടെ മനസ്സൊക്കെ മാറ്റുന്നുണ്ട്. ദെൻ ബാൾവിൻസ് ഫാമിലി ഫോഴ്സസ് ഹിം ടു ആക്സെപ്റ്റ് ദാറ്റ് ബ്രൈബ് മണി ആൻഡ് ദേ സപ്പോർട്ട് ഗ്രേഷം. അങ്ങനെ ആ ഒരു ബ്രൈബ് മണി, ആ ഒരു കൈക്കൂലി പണം കേട്ട സമയത്ത് റോബർട്ട് ബാൾവിൻ്റെ കുടുംബം, അതായത് മാർത്ത, ഇവി, ജോൺ എന്നിവരായിട്ടുള്ള റോബർട്ട് ബാൾവിൻ്റെ കുടുംബം എല്ലാവരും റോബർട്ട് ബാൾവിനോട് ആ ഒരു ബ്രൈബ് മണി, കൈക്കൂലി പണം സ്വീകരിക്കാൻ വേണ്ടി അവർ നിർബന്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ഗ്രേഷത്തിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്.
ബട്ട് റോബർട്ട് ബാൾവിൻ വാസ് നോട്ട് റെഡി ടു ചേഞ്ച് ഹിസ് മൈൻഡ്. എന്നാൽ റോബർട്ട് ബാൾവിൻ അദ്ദേഹത്തിൻ്റെ സത്യസന്ധമായിട്ടുള്ള ആ ഒരു മനസ്സ് മാറ്റാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ബിക്കോസ് റോബർട്ട് ബാൾവിൻ ഈസ് ഓണസ്റ്റ് ആൻഡ് സ്റ്റുഡ് ഫോർ ജസ്റ്റിസ്. അദ്ദേഹം സത്യസന്ധനായിരുന്നു, ജസ്റ്റിസിൻ്റെ കൂടെ, ന്യായത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളായിരുന്നു റോബർട്ട് ബാൾവിൻ. ഹി വാസ് നോട്ട് റെഡി ടു ടെൽ ലൈ ഇൻ ദ കോർട്ട്. കോടതിയിൽ കളവ് പറയാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ബിക്കോസ് ബാൾവിൻ വാസ് എൻ ഓണസ്റ്റ് മാൻ. കാരണം റോബർട്ട് ബാൾവിൻ സത്യസന്ധനായ ഒരു മനുഷ്യനായിരുന്നു. Then at the end of the play, Mr. Marshall, the president of the Third National Bank, comes to Baldwin's house. അങ്ങനെ ഈ ഒരു നാടകത്തിൻ്റെ അവസാനത്തിൽ തേർഡ് നാഷണൽ എന്ന ബാങ്കിൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ള മിസ്റ്റർ മാർഷൽ റോബർട്ട് ബാൾവിൻ്റെ വീട്ടിലേക്ക് വരുന്നു. ആൻഡ് മിസ്റ്റർ മാർഷൽ ഓഫേഴ്സ് ബാൾവിൻ എ ജോബ് ഇൻ തേർഡ് നാഷണൽ ബാങ്ക്. അങ്ങനെ റോബർട്ട് ബാൾവിന് തേർഡ് നാഷണൽ ബാങ്കിൽ മിസ്റ്റർ മാർഷൽ ഒരു ജോലി ഓഫർ ചെയ്യുന്നു. അതായത് ബാൾവിൻ റിസീവ്സ് എ ജോബ് ഓഫർ ഫ്രം മാർഷൽ ഇൻ തേർഡ് നാഷണൽ ബാങ്ക്. തേർഡ് നാഷണൽ എന്ന ആ ഒരു ബാങ്കിൽ റോബർട്ട് ബാൾവിന് ഒരു ജോലി മിസ്റ്റർ മാർഷൽ ഓഫർ ചെയ്യുന്നു. ഇറ്റ് വാസ് എ റിവാർഡ് ഫോർ ഹിസ് ഓണസ്റ്റി ആൻഡ് ട്രൂത്ത്. അദ്ദേഹത്തിൻ്റെ സത്യസന്ധമായിട്ടുള്ള ജീവിതത്തിനുള്ള ഒരു റിവാർഡ്, ഒരു പ്രതിഫലമായിരുന്നു ആ ഒരു ജോലി. ദ പ്ലേ പ്രൂവ്സ് ട്രൂത്ത് വിൽ പ്രിവെയിൽ ഇൻ ദ എൻഡ്. സത്യം അവസാനം വിജയിക്കുമെന്ന് ഈ ഒരു നാടകം തെളിയിക്കുന്നുണ്ട്. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇത്രയും കാര്യങ്ങളാണ് ദ അവർ ഓഫ് ട്രൂത്ത് എന്ന നാടകത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്.